ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. സമസ്ത ഇതിൽ നിലപാട് പറയണം. കാരണം ഇയാൾ സമസ്തയുടെ വക്താവാണ്, സാരഥിയാണ്, മുഖ്യ ആളാണ്. അപ്പോൾ സമസ്ത ഇതിൽ നിലപാട് പറഞ്ഞേ മതിയാകും. ശരിക്ക് കൊണ്ടോന് പരാതിയില്ല, കൊടുത്തോന് പരാതിയില്ല, കണ്ടോന് പരാതിയില്ല, പിന്നെ അറിഞ്ഞോൻക്കാണ് ഇവിടെ പരാതി എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം, അതുമായി ബന്ധപ്പെട്ട് കാസിമി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ പുതിയ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് അതിലേക്ക് തിരിച്ചു വരാം. ലിബറലിസ്റ്റുകളെയും നൂറ്റാണ്ടായ 20-ാം നൂറ്റാണ്ടിലാണ് വലിയൊരു സമഗ്രമായ ചർച്ച ഈ വിഷയത്തിലുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പഠനം നടത്തേണ്ടി വരും. ആ പഠനം നടത്തിയ മുൻകാലത്ത് എഴുതി വെച്ചത് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം. ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അത് ശരിയാക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല, തെറ്റിലേക്ക് ഇനിയും നമ്മൾക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ. മനസ്സിലായി? ഈ ക്ലിപ്പ് കണ്ടല്ലോ. സ്വഹീഹുൽ ബുഖാരി ലോകത്തിന് സമ്മാനിച്ചൊരു വലിയ ഗ്രന്ഥമാണ്, ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണ്. ലോകത്ത് വന്ന പണ്ഡിതന്മാരെല്ലാവരും പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. വിമർശകർക്ക് എന്നും തലവേദനയാണ് സ്വഹീഹുൽ ബുഖാരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ കഥകളും ഇനിയിപ്പോൾ പറയാൻ പോകുന്നതൊക്കെ എന്താണ്, അവർക്കതൊക്കെ എതിരാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഷിയായിസം പ്രചരിപ്പിക്കാൻ കൊണ്ട് ശ്രമിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു തൻ്റേടിയായ ഒരു പിന്നെ എന്താ പറയുക, ഒരു പുരോഹിതൻ അങ്ങനെ പറയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു അഭിമുഖമാണത്. അപ്പോൾ അതിലൂടെ ശ്രമിച്ചു കടത്തുന്നത് എന്താ വെച്ചാൽ സ്വഹീഹുൽ ബുഖാരിയെ അങ്ങോട്ട് തള്ളുക എന്നാണ്. ഇതിനെക്കുറിച്ച് ആദ്യം ആ സ്വഹീഹുൽ ബുഖാരി എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഇസ്ലാമിനെയും അതിൻ്റെ പ്രമാണങ്ങളെയും കരിവാരി തേക്കുക എന്ന പ്രധാന തീരുമാനത്തിലാണ് ലോകത്ത് റാഫിദിയാക്കളും അതേപോലെ ഈ ഓറിയൻ്റലിസ്റ്റുകൾ, ജൂത ക്രൈസ്തവരൊക്കെ അവർ ശരിക്ക് അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകളാണ്. റാഫിദിയ എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ്. ഏറ്റവും വലിയ ശത്രുക്കളായി പിന്നെ ഇസ്ലാമിന് നേരെ തിരിഞ്ഞ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇസ്ലാമിൻ്റെ ആശയവും അതിൻ്റെ പ്രമാണങ്ങളും ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ മുന്നോട്ടുള്ള പോക്കിന് വലിയൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പിന്നെ സ്വഹീഹുൽ ബുഖാരി എന്ന ബൃഹത്തായ ഹദീസ് സമാഹാര ഗ്രന്ഥം, അതിനെ തകർക്കണം അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണിക്കണം എന്നത് ഈ വിഭാഗത്തിൻ്റെ ഒരു എക്കാലത്തെയും, അന്നത്തെ ഈ റാഫിദിയത്ത് ഉണ്ടായ കാലത്ത് മാത്രമല്ല ഇന്ന് വരെയും അത് അവർക്കൊരു മുഖ്യ കാര്യമാണ്. എങ്ങനെയെങ്കിലും സ്വഹീഹുൽ ബുഖാരി എന്ത് ചെയ്യണം, അതിനങ്ങോട്ട് പിന്നെ അവമതിച്ച് അത് ഒരു മൂല്യമില്ലാത്തൊരു സംഗതിയാണ് എന്നാക്കി തീർക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം, തൗഫീഖ്, കാരണം അള്ളാഹുവിൻ്റെ ദീൻ്റെ സംരക്ഷണം അവൻ ഏറ്റെടുത്ത ഒന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇമാം അൽ ബുഖാരി എന്ന ആ പണ്ഡിതനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന അധ്യാപനങ്ങൾ, ആ അധ്യാപനങ്ങൾ ഏറ്റവും സ്വീകാര്യമായ പരമ്പരയിലൂടെ കിട്ടിയതാണ് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ മനസ്സറിഞ്ഞ് ഇരു കൈകളും നീട്ടി നാളിതുവരെ സ്വീകരിച്ചു പോകുന്ന ഗ്രന്ഥമാണ്. ഇന്നും ലോകത്ത് ആ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നിലക്കാതെ തുടരുകയാണ്. ആ ഗ്രന്ഥത്തിനുണ്ടായ വിശദീകരണങ്ങൾ എത്രയാണ്. മാത്രവുമല്ല, സ്വഹീഹുൽ ബുഖാരിക്ക് നേരെ ഇങ്ങനെയുള്ള ആളുകൾ തിരിയാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പൊള്ളത്തരം അത് എത്രത്തോളം പിന്നെ നശിച്ചതാണ് അല്ലെങ്കിൽ ദുഷിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ച് ഇമാം ബുഖാരി അവർക്കൊരു മറുപടി കൂടി കൊടുക്കുകയാണ്. ഖവാരിജുകൾക്കും ഖദരിയാക്കൾക്കും ഷിയാക്കൾക്കും ഒക്കെ ഇതിൽ മറുപടി ഉണ്ട്. തലക്കെട്ടുകൾ പോലും അതെ, ഓരോ ഇമാം ബുഖാരി കൊടുത്ത ഓരോ പിന്നെ എന്താ പറയുക അധ്യായങ്ങളും അവർക്കുള്ള മറുപടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്രന്ഥം അവർക്ക് ഒരു ചൊറിച്ചിൽ തന്നെയായിരിക്കും, ഒരു സംശയമല്ല.
അതുകൊണ്ട് ഓരോ നാട്ടിലും, ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ ഈ റാഫിദിയാക്കൾ, ഷിയാക്കൾ, ഓറിയൻ്റലിസ്റ്റുകൾ ആ കിതാബിന് നേരെയുള്ള പിന്നെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് സമസ്തയുടെ ഒരു പ്രമുഖ സാരഥിയാണ് ഖാസിമി, അറിയാലോ. യഥാർത്ഥത്തിൽ അയാൾ ഒരു ജോക്കർ വേഷം കെട്ടിയാടുകയാണ്. അതായത് ഞാൻ ഒരു കോമാളിയാണ് എന്ന് അയാൾ അറിയണില്ല. പക്ഷെ അയാളെ സംസാരം ശ്രദ്ധിക്കുന്ന ആർക്കും ഒറ്റ വാക്കിൽ മാർക്കിടാം, ഇതൊരു ജോക്കറാണ്. അങ്ങനെയാണ് അയാളെ പോക്ക്. ഈ വ്യക്തി സമസ്തയുടെ വേദികളിൽ, അല്ലെങ്കിൽ സമസ്തയിലെ പലരും ഇയാളുടെ കൂടെ വേദി പങ്കിട്ട് ഇന്നും സമസ്തയുടെ ലേബലിൽ തന്നെ, അല്ലെങ്കിൽ സമസ്തയിൽ നിന്നുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇത് സമൂഹം ശരിക്ക് തിരിച്ചറിയണം. നമ്മൾ ഈ കാര്യം നാളുകളായി സമൂഹത്തെ ബോധ്യപ്പെടുത്തി വരികയാണ്. ഇപ്പോൾ ഇയാൾ പിന്നെ തനിച്ച ഷിയ അല്ലെങ്കിൽ റാഫിദിയത്ത് തലക്ക് പിടിച്ച ആളാണ്. തെളിവെന്താണ്? കഅബക്ക് നേരെ ഇയാൾ സംസാരിച്ചു, അല്ലേ? കഅബാലയത്തിന് നേരെ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ ഇകഴ്ത്തിക്കൊണ്ട് ഇയാൾ സംസാരിച്ചു. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തിയിട്ട്, ഉമർ റളിയല്ലാഹുവിനെ താഴ്ത്തിയിട്ട്, ഉസ്മാൻ റളിയല്ലാഹുവിനെ താഴ്ത്തിയിട്ട് അലി റളിയല്ലാഹുവിനെ മേലെ കൂടുന്നു. അഹ്ലുസുന്നക്ക് ഒരിക്കലും ഇല്ലാത്ത വിശ്വാസം, സ്വഹാബത്തിനിടയില്ലാത്ത വിശ്വാസം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റു പിന്നെ 3 ഖലീഫമാരേക്കാൾ മുന്നിക്കിട്ട സമ്പ്രദായം ആരതാ? ഷിയാക്കളതാണ്. അതിവിടെ കേരളത്തിൽ പച്ചയായി ക്ലാസ് എടുത്തു പോയ ആളാണ് ഇയാൾ. മാത്രവുമല്ല, ഷിയാക്കളുടെ പഞ്ചവിഗ്രഹങ്ങളുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അലി റളിയല്ലാഹു അൻഹുവിനെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഈ 5 പേരെ ഇസ്ലാം പഠിപ്പിച്ച ആ പരിധിയും അതിരുകളും ഒക്കെ ലംഘിച്ചുകൊണ്ട്, എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഈ 5 ആളുകളെ പ്രത്യേക പേരിൽ, പ്രത്യേക വിശേഷണത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ആര്? അവരെ വിളിച്ചാരാധിക്കുന്ന, അവർക്ക് തദ്ബീറിൻ്റെ കഴിവുണ്ട്, പല കാര്യങ്ങളും. അത് അതിവിടെ പച്ചയായി പാടി പ്രസംഗിച്ച് നടന്ന ആളാണ് ആര്? ഈ ഖാസിമി. ഇത് സമസ്ത, ഇതിലധിക വാദങ്ങളും സമസ്ത ഇന്നും അവരെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രഭാഷണങ്ങളിലും ഒക്കെ ഇന്നും ഇത് നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം മുന്തിക്കുന്ന, അല്ലെങ്കിൽ ഷിയാക്കൾ പരിചയപ്പെടുത്തുന്ന പോലെ അലി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്ന സ്വഭാവത്തിലാണ് സമസ്ത എന്നുള്ളത്. സംശയമൊന്നുമില്ല, അവർ ആ ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇയാളുടെ ഈ ഷിയായിസം കൊണ്ടുള്ള കളി, അതിൻ്റെ അത് മുന്നോട്ട് ശക്തമായി ഇയാൾ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ നമ്മൾ കേട്ട ഈ സംഗതി. ഇത് ഇയാൾ പറയാനുള്ളൊരു പശ്ചാത്തലം എന്താ വെച്ചാൽ, ഇയാളെന്തോ തിരുദൂതർ എന്ന പേരിൽ പുസ്തകം എഴുതിക്കുന്നു. അത് വിറ്റുപോകായിട്ട് ഇനി അതിന് കച്ചവടക്കാരുണ്ടാക്കാനുള്ള ഒരു അങ്ങനെ ഉണ്ടല്ലോ കച്ചവടതന്ത്രം. അപ്പം അങ്ങനെ വല്ലതും ആണോന്ന് അയാൾക്കറിയില്ല. അയാളെ എന്തെങ്കിലും ബിസിനസ് തന്ത്രമാണോ അല്ലാഹു അലം നമുക്കറിയില്ല. ഏതായാലും ഇയാൾ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഇയാൾ ഈ സമൂഹത്തിലേക്ക് ഇട്ടത്, ഷിയാക്കളും റാഫിദികളൊക്കെ ലോകത്ത് തുപ്പിയത് ശരിക്കും വടിച്ചു കൊണ്ടുവന്ന് ഇവിടെ എന്ത് ചെയ്യാണ്? അയാൾ തുപ്പണം, വേറൊന്നുമല്ല. അത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രത്തോളം ദുഷിച്ച, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ, നമ്മുടെ ഉമ്മയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പിന്നെ അനാവശ്യമായ തർക്കം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് പോലും എന്തുണ്ടായിട്ടില്ല? ആയിഷമ്മൻ്റെ വിവാഹത്തിൽ ഒരു എതിരുണ്ടായിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവർ ആക്ഷേപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് എന്തും, കാരണം ഭ്രാന്തൻ എന്നൊക്കെ അവിടുന്ന് പരിഹസിച്ച ആളുകൾക്ക് ഇതൊരു വലിയ നിധി പോലെ കിട്ടിയതാണ്. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല? അത് ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയോട് അവരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം അവിടുത്തെ ഒരു ആദത്ത്, അത് സമ്പ്രദായമാണ് അവിടുത്തെ. അന്നത്തെ ശത്രുക്കൾ, അന്നത്തെ കൊടിയ ശത്രുക്കൾ എടുത്ത് ഉന്നയിക്കാത്തത് പിന്നീട് റാഫിദികൾ എന്തിന്? സ്വഹീഹുൽ ബുഖാരിയെ കുത്താനാണ് ഈ പണികളെടുക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയെ കുത്തണം. അപ്പോൾ ഇതിവിടെ നിൽക്കൂല. കാരണം ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മാത്രം ഇതൊതുങ്ങൂല. ഇത് ഇനി ഇങ്ങനെ കയറിപ്പോരും. സ്വഹീഹുൽ ബുഖാരിയിലെ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ്, അതുപോലെ കണ്ണേറുമായി ബന്ധപ്പെട്ട പല ഹദീസിലേക്കും അയാൾ ചോദിക്കുന്നുണ്ടല്ലോ. അതെ, മറ്റൊക്കെ ആ ചോദ്യമൊക്കെ ഒരു മുൻകൂട്ടിയുള്ളൊരു ഇതാണ്. കാരണം ഇതൊന്നും നിൽക്കൂല. മാത്രവുമല്ല, ഇയാൾ സർവമത സത്യവാദത്തിന് വേണ്ടി കൊയലൂത്ത് നടത്തുന്ന ആളാണ് ഇയാൾ. ഇയാളെ പല പ്രഭാഷണങ്ങളും ഇന്ന് ആ റൂട്ടിലാണ്. ഇവിടെ CH മുസ്തഫ
പ്രചരിപ്പിക്കുന്ന ആശയത്തിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരാളായിട്ട് ഇയാൾ മാറും. അതേപോലെ ചേകന്നൂർ മൗലവി ഇവിടെ കാട്ടിക്കൂട്ടിയ ആ കാര്യങ്ങൾ മുഅ്തസിലിയത്ത് എല്ലാം തള്ളുക എന്നുള്ള അവസ്ഥയ്ക്ക് ഇയാൾ എത്തും. അതാണ് അവിടേക്കുള്ള ഓരോ പടികൾ ഇയാൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതുമല്ല, ഈ സംസാര തുടക്കത്തിൽ ഇയാൾ പറഞ്ഞൊരു വാക്കുകൊണ്ട് ലിബറലുകൾ, ഈ സ്വതന്ത്രവാദികൾ ഇതൊരു ചർച്ചയാക്കി 20-ാം നൂറ്റാണ്ടിൽ ചർച്ചയാക്കിയപ്പോഴാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. ആലോചിച്ച് നോക്കണം, ഇവരെ പോലുള്ള ആളുകളാണ് മതരംഗം കൈകാര്യം ചെയ്യുന്ന സമൂഹം എന്ത് ചെയ്യണത്, കാണുന്നത്. ഇത് ഈ നൂറ്റാണ്ടിൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഓറിയൻ്റലിസ്റ്റുകൾ എന്തെല്ലാം അമ്പ് ചെയ്തിട്ടുണ്ടോ അതിലേറ്റവും പ്രധാന അമ്പാണിത്. അത് ഇയാൾക്ക് അറിയാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇയാളതൊക്കെ പഠിക്കണം. ഇയാൾ അതൊക്കെ പഠിച്ചിട്ട് അതിന് പണ്ഡിതന്മാർ കൊടുത്ത പ്രാപ്തമായ മറുപടികൾ ഇയാൾ പഠിക്കണം. അല്ലാതെ ഇന്നത്തെ ഓറിയൻ്റലിസ്റ്റുകൾക്കും ഇന്നത്തെ റാഫിലിയകൾക്കും ഇന്നത്തെ ഈ ജൂത ക്രൈസ്തവർക്കും വടി കൊടുക്കണ പണിയെടുക്കരുത്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അടിക്കാനുള്ള വടി ഇയാൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇയാൾ ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, ഇവിടെ ഇപ്പോഴും ഇയാൾ സമസ്തയുടെ വലിയ ആൾ തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും സമസ്തയിലെ പ്രധാന തങ്ങന്മാരൊക്കെ, കോഴിക്കോട് ഇതൊക്കെയുള്ള കാദിമാരും മറ്റുമൊക്കെ ഇയാൾ പങ്കെടുക്കുന്ന വേദിയിൽ ഉഷാറായിട്ട് പങ്കെടുക്കുന്ന, ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു പിന്നെ പരിപാടി ഇയാൾ കാര്യമായി പ്രസംഗിക്കുന്നൊരു പരിപാടി, അല്ലാതെ വേറെ പരിപാടികൾ. അപ്പോൾ സമസ്ത ഇതിൽ നിലപാട് പറയണം. കാരണം ഇയാൾ സമസ്തയുടെ വക്താവാണ്, സാരഥിയാണ്, മുഖ്യ ആളാണ്. അപ്പോൾ സമസ്ത ഇതിൽ നിലപാട് പറഞ്ഞേ മതിയാകും. സമസ്ത ഇയാളുടെ ഈ റാഫിദിയ്യത്ത് ഷിയാവാദത്തിൻ്റെ കൂടെ ആണോ, അതല്ല ഇയാളുടെ ഈ വാദം സമസ്തക്കില്ലെങ്കിൽ ഇത് തീരുമാനമാക്കൽ അവരുടെ ബാധ്യതയാണ്. ഇത് നിസാറായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല. ശരിക്ക് പിന്നെ സ്വഹീഹുൽ ബുഖാരിക്ക് നേരെ ഇങ്ങനെ തിരിഞ്ഞ്, അല്ലെങ്കിൽ സ്വഹീഹുൽ ബുഖാരിക്ക് നേരെ കുതിര കയറി ഇന്നത്തെ ഈ പിന്നെ സർവ്വമത സത്യവാദികൾക്കും അതേപോലെ ഹദീസ് നിഷേധികൾക്കും അതേപോലെ തന്നെ സ്വതന്ത്രവാദക്കാർക്കൊക്കെ ഇങ്ങനെ ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന, അവർക്ക് പിന്നെ ടോർച്ചടിച്ചു കൊടുക്കുന്ന ഈ സ്വഭാവം ഇയാളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നതിനെ ശക്തമായി, അത് എന്നും നമ്മൾ നേരിട്ട് പോന്നിട്ടുണ്ട്, ഇന്നും ആ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ റാഫിദിയ്യത്ത് എന്ന വിഭാഗം അവരുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ അവർക്കുള്ള പിന്നെ എന്താണ് അവർക്കുണ്ടാകുന്ന പരാജയത്തെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവരെ പറ്റി പറഞ്ഞ പ്രത്യേകം അന്ന റാഫിള ഉമ്മത്തുൻ ലൈസ ലഹാ അഖ്ലുൻ സ്വരീഹ് എന്നാണ്. ഒരു സ്വരീഹായ നല്ലതായ ഒരു അഖൽ അവർക്കില്ല. കാരണം കാര്യങ്ങളെ നന്നായി ഉൾക്കൊള്ളാനുള്ള ഒരു അഖലുണ്ടെങ്കിൽ ഈ പണി ചെയ്യൂല. അയാൾ പറയുന്നത് വെച്ചാൽ സ്വഹീഹുൽ ബുഖാരിക്ക് തെറ്റുപറ്റൂലേ, ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റൂലേ? ഇമാം ബുഖാരി എന്താ നബിയാണോ? ഇമാം ബുഖാരിയുടെ വകയായി പറഞ്ഞ കാര്യങ്ങളല്ല സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഈ ഹദീസ് ഗ്രന്ഥങ്ങളെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവർ ഘോരഘോരം തൊണ്ട പൊട്ടി ശബ്ദിക്കാറുണ്ടെന്നല്ലോ, ഞങ്ങൾ അത്ര കിതാബ് കണ്ടവരാണ്, ഇത്ര കിതാബ് കണ്ടവരാണ്, കിതാബ് കാണണം, കിതാബ്. ഏത് കിതാബാണ് ഇവർ കണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമടക്കം എല്ലാം ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ സനദോടുകൂടി പരമ്പര പൂർണ്ണമായി അദ്ദേഹം കൊണ്ടുവന്ന ഹദീസുകൾ അത് 100% ശരിയാണ്. അത് ഇനിയിപ്പോൾ കാസിമി അല്ല, ആരെന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ, എത്രയോ മികവുള്ള പണ്ഡിതന്മാർ കൈവച്ച് പരിശോധിച്ചു പോന്ന ഗ്രന്ഥമാണ് ഇത് സ്വഹീഹുൽ ബുഖാരി. അതായത് അതിൻ്റെ ആ ഒന്നാം സ്വഹീഹുൽ ബുഖാരിക്ക് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ എഴുതിയ വിശദീകരണത്തിൻ്റെ 1ാം വാള്യമെങ്കിലും ഇയാൾ ഒരു മാന്യമര്യാദക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മണ്ടത്തരം വിളിച്ചു പറയില്ല. എത്രത്തോളം എന്നറിയോ, ഇയാൾ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഖുർആനിൽ ചില വിധികളൊക്കെ എടുത്തു മാറ്റിയിട്ടില്ലേ, അങ്ങനെയൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബുഖാരി എന്താ എടുത്തു മാറ്റിയാൽ? അതേപോലെ തന്നെ ഇയാൾ ആ സംസാരത്തിൽ പറഞ്ഞു പോവുകയാണ്, അത് ചിലപ്പോൾ പിന്നെ തെറ്റിയതാകാം, 10 കുറഞ്ഞതാകാം, അങ്ങനെ 9 ആയതാകാം, അല്ലെങ്കിൽ 10 കുറഞ്ഞിട്ട് 7 ആയതാകാം. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ ഇയാൾ പറയണമെങ്കിൽ എത്രത്തോളം ഇയാൾ റാഫിദിയ്യത്തിന് അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, വലാ നഖലുൻ സ്വഹീഹായ നഖൽ അവർക്ക് ഉണ്ടാവില്ല, ഒരു കൃത്യപ്രമാണത്തിനില്ലല്ലോ. അതേപോലെ വലാ ദീനു മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്ന ദീന് ഇവർക്ക് ഉണ്ടാവില്ല. വലാ ദുന്യ മൻസൂറ, സഹായിക്കപ്പെടുന്നൊരു ദുന്യാവിൽ ഇവർക്ക് എന്ത് കിട്ടൂല? ശരിയായൊരു ബർക്കത്തോ കാര്യമോ കിട്ടൂല. ബൽ ഹും മിൻ അഅ്ളമി തവായിഫി കദ്ബൻ വ ജഹ്ലൻ എന്നാണ്. അജ്ഞതയുടെയും കളവിൻ്റെയും
പിന്നെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്തിയ വിഭാഗമാണ് ആര്? റാഫിദിയത്ത്. ആ റാഫിദിയത്തിനാണ് ഇയാൾ തലവെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവരുടെ ഇടപെടൽ കാരണം സിന്ദീഖീങ്ങളും മുർത്തദ്ദുകളൊക്കെ എന്ത് ചെയ്യും? മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് വരും എന്നാണ്. പിന്നെ മാത്രവുമല്ല ഇമാം ഈ വാക്ക് അവസാനിപ്പിക്കുന്നത് ഇമാം ഷാബിയുടെ ഒരു വാക്ക് ഉദ്ധരിച്ചിട്ടാണ്. കാരണം ഇമാം ഷാബി വക്കാനമിൻ ആലമിൻ നാസിബിഹി എന്നാണ്. ഈ റാഫിദിയത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ കൂടിയാണ് ഇമാം ഷാബി റഹിമഹുല്ല. അദ്ദേഹം പറഞ്ഞതല്ലോ, ലൗ കാനു മിയൽ ബഹായിം, ഈ റാഫിദിയത്ത് നാൽക്കാലികളുടെ കൂട്ടത്തിലാണെങ്കിൽ ല കാനു ഹുമറ എന്നാണ്, ഒരു കൈതൻ്റെ സ്ഥാനത്ത് ഉണ്ടാകുക. വലൗ കാനു മിന ത്വയിർ, ഇനി പക്ഷികളുടെ കൂട്ടത്തിലാണെങ്കിലോ ലക്കാനു റഹ്മൻ, ഈ മാലിന്യങ്ങളൊക്കെ തിന്നണ ആ കഴുകനെ പോലത്തെ പക്ഷി ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിലാക്കാരം ഉണ്ടാകുക. അപ്പോൾ ഏകദേശം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെങ്ങനെയാണ് ഈ മതവിരുദ്ധ വിഭാഗത്തെ കണ്ടതെന്ന് മനസ്സിലായല്ലോ. അവരുടെ ആശയങ്ങൾ ചികഞ്ഞെടുത്ത് തപ്പിയെടുത്ത് വിശ്വാസി ഉമ്മത്തിനെ വേദനിപ്പിക്കാൻ, വിശ്വാസി ഉമ്മത്തിനെ വേട്ടയാടുന്ന ആളുകൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനാണ് സമസ്തയുടെ വേദികളിൽ, സമസ്തയുടെ ലേബലിൽ, സസ്തയിൽ നിന്നുകൊണ്ട് ഈ ആൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇയാളെ കരുതിയിരിക്കുക, അതാ പറയാനുള്ളത്. അഹ്ലുസുന്നയുടെ വക്താക്കൾ ഇയാളെപ്പറ്റി ശക്തമായ താക്കീത്, മുന്നറിയിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇയാളെ പൊള്ളത്തരങ്ങൾ ശരിക്ക് പൊളിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി വ്യക്തമാണ്, കൃത്യമാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച വന്നത്. സത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ വിവാഹപ്രായം, കാരണം അവരാണ് പറഞ്ഞത് എന്നെ ഇത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്, അപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതിൽ ബുഖാരിയിൽ തെറ്റുപറ്റി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ച വിഷയത്തിൽ അവരെ വിവാഹപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ബോധിപ്പിച്ചത് കൊണ്ട്, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ലിബറൽ ആളുകൾ നമ്മളെ അടിക്കുന്ന ഒരു വടിയാണല്ലോ അത്. ഇവിടെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുത്ത ഈ ഹദീസ് യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, തസവ്വജനി റസൂലുള്ള എന്നെ വിവാഹം ചെയ്തു, വാന ഇബ്നത്തു സിത്തി സിനി, ഞാനൊരു 6 വയസ്സായിരിക്കുന്ന സമയത്താണ് എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ വീട് കൂടുന്നത് വദഖല ബി വാന ഇബ്നത്തു തിസ്ഇ സിനി എന്നുള്ളതാണ്. 9 വയസ്സിലാണ് വീട് കൂടിയത് എന്നുള്ളത്. ഇത് പറയണത് ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ്. ശരിക്ക് കൊണ്ടോന് പരാതിയില്ല, കൊടുത്തോന് പരാതിയില്ല, കണ്ടോന് പരാതിയില്ല, പിന്നെ അറിഞ്ഞോൻക്കാണ് ഇവിടെ പരാതി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചെരുപ്പിനൊത്ത് കാല് മുറിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഈ സമൂഹത്തിൽ മുസ്ലിം പുരോഹിതന്മാരിലേക്കും വന്നുകൂടുന്നു എന്നുള്ളതാണ്. ലിബറലിസത്തിൻ്റെ ഒരു അടി അത് പുരോഹിതന്മാരിലേക്ക് പോലും എത്തുന്നു, അതല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് സമൂഹം കാണുന്ന ആളുകൾക്ക് പോലും അത് കൊള്ളുന്നുവെങ്കിൽ പിന്നെ ഈ സാധാരണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പോൾ ആയിഷ ബിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യഥാർത്ഥത്തിൽ ഇവിടെ മൂസ സ്വലാഹി ഉസ്താദ് പറഞ്ഞതുപോലെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ഉപ്പാക്ക് പ്രശ്നമില്ല, അതുപോലെ തന്നെ വിവാഹം കഴിപ്പിക്കപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ അത്രയും 10-17 വർഷത്തോളം ആയിഷ ബീവി റസൂലിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. 19 എന്ന് ഇവിടെ പറയുന്നത്, റസൂൽ മരണപ്പെട്ടതിന് ശേഷമായിരിക്കും പിന്നെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് പോയതാണെന്നൊക്കെ പറയുമ്പോഴേ, കാരണം റസൂൽ മരിക്കുന്ന സമയത്ത് 16-17 വയസ്സൊക്കെയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അതിൽ പ്രയാസമില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെയൊന്നും നമ്മൾ വായിക്കുന്നില്ല. അഭിമാനമാണ് പറയുന്നത്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിയമത്തും ഇതുമായിട്ടാണ് പറയണത് അല്ലേ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലിബറലുകളുടെ ചിന്തകൾക്കൊത്ത് നമ്മൾ മാറുന്നൊരവസ്ഥയാണ്. ശവത്തെ വരെ ഭോഗിക്കാമെന്ന് പറയുന്ന അവരാണ് ഇവിടെ റസൂലിൻ്റെ ധാർമ്മികതയെ ചികയുന്നതെന്നുള്ളതാണ് വിരോധാഭാസം. കാരണം ആരോടും എങ്ങനെയും സെക്സിൽ ഏർപ്പെടാമെന്ന് പറയുന്ന ഒരു അത്ര തോന്നിവാസത്തിലേക്ക് എത്തിയൊരു സമൂഹം റസൂലിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പറയുമ്പോൾ അത് തീർത്തും വൈരുദ്ധ്യമാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ശത്രുക്കളിൽ ഒരാൾ പോലും ഇതിനെ വിമർശിച്ചതായി നമ്മൾ ചരിത്രത്തിൽ എവിടെയും വായിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് ദിവസം വഹി ഇറങ്ങാതിരുന്നപ്പോൾ വന്ന് കളിയാക്കിയ പൂരം നടന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി വെച്ച് അവർക്ക് കിട്ടേണ്ടതൊരു അടി ഇതാണല്ലോ, അത് വെച്ചിട്ട് അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ആദത്താണ്, അവിടെ അങ്ങനെ നടന്നു പോകുന്നൊരു കാര്യമാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അള്ളാഹുവിൻ്റെ റസൂൽ അനുസരിച്ചിട്ടേ ഉള്ളൂ. അതിൽ കുറേ ഹിക്മത്തുകളുണ്ട്, കുറേ യുക്തികളും കാര്യങ്ങളും ഉണ്ട്.
റസൂലിൻ്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ആളുകൾ നമ്മൾ സ്വഹാബത്ത് നിന്ന് വായിക്കുമ്പോൾ ഒന്നാം സ്ഥാനം അബ്ദുറഹ്മാൻ ഇബ്നു സുഹർ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 5000 ചില ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. മൂന്നാം സ്ഥാനം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഇവർ രണ്ടുപേരും 2000 ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. നാലാം സ്ഥാനത്ത് പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. 2000 ചില ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ റസൂലിൻ്റെ കർമ്മ വിഷയങ്ങളല്ലേ നമ്മളത് എടുക്കുമ്പോൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ്. കാരണം റസൂലിൻ്റെ കൂടെ ജീവിക്കുന്ന നല്ല ബുദ്ധി കൂർമ്മതയും ഓർമ്മശക്തിയൊക്കെ ഉള്ള ആളായിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആലനെ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ ഇൽമ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമിലേക്ക് ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഒരു പകുതിയിലേക്ക് പോലും എത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയേറെ വൈജ്ഞാനികമായി ഉള്ളൊരു ബുദ്ധികൂർമ്മതയുള്ളൊരു സ്ത്രീ കൂടിയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഒരു പാഴ് വിമർശനങ്ങളാണ്. ഇപ്പോൾ ബുഖാരി ഇമാമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് അഫ്ദലു കിതാബിൻ ബഅദ കിതാബില്ല എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ കിതാബ് കഴിഞ്ഞാൽ തഹ്ത അദീമിസമ, ആകാശത്തിന് കീഴിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായി തലക്കൽ ഉമ്മത്തു എന്നാണ്, ഈ ഉമ്മത്ത് സ്വീകരിച്ചു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഹദീസ് ഗ്രന്ഥത്തെ, അതും ലക്ഷക്കണക്കിന് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ 7000 ചില ഹദീസുകളാണ് സ്വഹീഹിൽക്ക് എഴുതുന്നത്. അത് എഴുതും മുമ്പ് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഇസ്തിഖാറ നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്. അതെ, അതപ്പോൾ ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് നിദാന ശാസ്ത്രത്തെ പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇമാം ബുഖാരിയുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അത് ശരിക്കൊരു സങ്കടമാണ്. കാരണം ഇത്രയേറെ അരിപ്പുകൾക്കുള്ളിലൂടെ അരിച്ചു കൊണ്ടുവന്നൊരു ഹദീസിനെ വളരെ ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റാലോ എന്നൊക്കെ പറയുന്നത് തീർത്തും വിരോധാഭാസമാണ്. അത് മുസ്ലിം സമൂഹം ശരിക്ക് ഇത് തിരിച്ചറിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആധുനിക പെൺകുട്ടികൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ആയിഷ ബീവിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കുക ആയിഷ ബീവി ചെയ്തൊരു വിപ്ലവമാണ്, അവർ ചെയ്തൊരു ത്യാഗമാണ് ഈ ദീനിന് വേണ്ടിയിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.